എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അബിയേസറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രയീമിന്റെ കാലാപെറുക്കലല്ലയോ നല്ലത്. ഒരിക്കൽ എഫ്രയീമർ ഗിദെയോനോട് വന്ന് ചോദിക്കുകയാണ്, ഗിദെയോനെ, നീയും നിന്റെ സൈന്യവും മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ കൂടെ അറിയിക്കാത്തതെന്താ? ഞങ്ങളും കൂടെ വന്ന് നിന്നെ സഹായിക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗിദെയോൻ പറയുന്ന മറുപടിയാണിത്: നിങ്ങളോടൊത്തു നോക്കിയാൽ ഞങ്ങൾ എന്തുള്ളൂ? നിങ്ങൾക്കല്ലേ വലിയ വലിയ പ്രവിശ്യകളെ പിടിച്ചടക്കാനുള്ള ഭാഗ്യം ദൈവം തന്നത്. എന്നിട്ട് പറയുന്ന വാക്യമാണ്, അബിയേസറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രയീമിന്റെ കാലാപെറുക്കലല്ലയോ നല്ലത്. അത് പറയാനുള്ള കാരണം എന്തെന്നറിയണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അബിയേസർ ആരാണെന്നും അബിയേസറിന്റെ മുന്തിരിയെടുപ്പ് എന്താണെന്നും മനസ്സിലാക്കണം. രണ്ട്, എഫ്രയീമർ ആരാണെന്നും എഫ്രയീമരുടെ കാലാപെറുക്ക് എന്താണെന്നും മനസ്സിലാക്കണം. അബിയേസർ എന്ന് പറയുന്നത് ഗിദെയോന്റെ സൈന്യത്തിലെ ഒരു സൈന്യാധിപനായിരുന്നു. അദ്ദേഹം ഒരു സൈന്യാധിപനായിരിക്കെ തന്നെ രാജാവ് അദ്ദേഹത്തെ മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ കൂടെ ഏൽപ്പിച്ചിരുന്നു. അതിലൊരു ഉത്തരവാദിത്തമാണ്, രാജ്യത്ത് എവിടെയൊക്കെ മുന്തിരിത്തോട്ടങ്ങളുണ്ടോ അവിടെയൊക്കെ ചെന്ന് മുന്തിരികളുടെ വിളവെടുപ്പ് നടത്തി അത് ചാക്കിലാണെങ്കിൽ ചാക്കിൽ, വണ്ടികളിലാണെങ്കിൽ വണ്ടികളിൽ, പാത്രങ്ങളിലാണെങ്കിൽ പാത്രങ്ങളിൽ ശേഖരിച്ച് കൊണ്ടുചെന്ന് കണക്ക് ബോധിപ്പിക്കാനുള്ള ചുമതല കൂടെ അബിയേസറിനുണ്ടായിരുന്നു. രാജകൊട്ടാരത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം, രാജാവിനെ എപ്പോൾ വേണമെങ്കിലും മുഖം കാണിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യപദവികൾ അബിയേസറിനുണ്ടായിരുന്നു. പക്ഷേ ആരാണ് എഫ്രയീമർ? എഫ്രയീമിനെ കുറിച്ച് ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എഫ്രയീമിനെ ദൈവം ലാളിച്ചു വളർത്തിയ ഒരു വിഭാഗമാണ്, ഓമനപ്പേരിട്ട് വിളിച്ച ഒരു വിഭാഗമാണ്. എഫ്രയീം, നീ എൻ്റെ വത്സലപുത്രൻ, നീ എൻ്റെ പൊന്നോമന പുത്രൻ എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ എഫ്രയീമർ അബിയേസറും കൂട്ടരും മുന്തിരിയുടെ വിളവെടുപ്പ് നടത്തി പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ മുന്തിരിത്തോട്ടങ്ങളിലേക്ക് ഇറങ്ങും. മേൽത്തരമായ മുന്തിരിക്കുലകളുടെ വിളവെടുപ്പ് നടത്തി ശേഷിച്ച മുന്തിരികൾ താഴെ വീണ് കിടക്കുമ്പോൾ അതിനെ പെറുക്കിയെടുക്കും. അതാണ് കാലാപെറുക്കൽ. അബിയേസറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രയീമിന്റെ കാലാപെറുക്കലാണ് നല്ലത് എന്ന് ഗിദെയോൻ പറയാൻ കാരണമെന്താ? ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അബിയേസറിന് രാജാവിന്റെ അടുത്ത് പ്രവേശിക്കാനുള്ള അനുവാദമുണ്ട്. അബിയേസർ വിളിച്ചാൽ ജോലിക്കാർ 100-ലധികം പേര് മുമ്പിലേക്ക് കടന്നു വരുവാനുണ്ട്. അബിയേസറിന് അവരെ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട്. അബിയേസറിന് മുന്തിരിയുടെ വിളവെടുപ്പ് നടത്താനുള്ള അവകാശമുണ്ട്. അബിയേസറിന് ഇതൊക്കെ കെട്ടിച്ചുമെന്ന് കൊണ്ടുചെന്ന് കണക്ക് ബോധിപ്പിക്കേണ്ട അവകാശമുണ്ട്. ഈ പദവികളൊക്കെ അബിയേസറിനുണ്ടെങ്കിലും ഈ മുന്തിരിയുടെ വിളവെടുപ്പ് നടത്തി കൊണ്ടുചെന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോൾ അബിയേസറിനോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഈ വർഷത്തെ മുന്തിരിയുടെ രുചി എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറയാൻ അബിയേസർ പാടുപെടും. കാരണം ആ വർഷത്തെ വിളവെടുപ്പ് നടത്തി പതിവ് പോലെ കണക്കേൽപ്പിക്കുമ്പോൾ അബിയേസറിന് ഒരെണ്ണം പോലും എടുത്ത് രുചിച്ചു നോക്കാനുള്ള അവകാശമില്ലാതെ പോയി. എന്നാൽ എഫ്രയീമർ കാലാപെറുക്കിയവരാണ്. എഫ്രയീമർ മേൽത്തരമായ മുന്തിരിക്കുലകളിൽ നിന്ന് അടർന്നു വീണ മുന്തിരി താഴെ നിന്ന് പെറുക്കിയെടുത്തവരാണ്. പക്ഷേ എഫ്രയീമർക്ക് പെറുക്കിയെടുത്തത് മുഴുവൻ തങ്ങളുടെ സ്വന്തമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ലോകമെന്ന് പറയുന്നത് അബിയേസർമാരെ കൊണ്ടും എഫ്രയീമരെ കൊണ്ടും നിറഞ്ഞ ലോകമാണ്. ചിലർ അബിയേസർമാരായി വാഴുന്നു, ചിലർ എഫ്രയീമരായി കാലാപെറുക്കുന്നു. കാലാപെറുക്കുന്നതിനൊരു മഹത്വമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. കാലാപെറുക്കുന്നവർക്കെല്ലാം സ്വന്തമെന്ന് പറഞ്ഞ് അനുഭവിക്കാം. പക്ഷേ മുന്തിരിയെടുപ്പ് നടത്തുന്നവർക്ക്, കാലാപെറുക്കുന്നവർക്ക് കിട്ടുന്ന ഭാഗ്യത്തിന്റെ പകുതി പോലും ലഭിക്കുന്നില്ലെന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് ഗിദെയോൻ പറയുന്നത്, അബിയേസറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രയീമിന്റെ കാലാപെറുക്കലല്ലയോ നല്ലത്. അബിയേസർ മുന്തിരിയുടെ വിളവെടുപ്പ് നടത്തി ഒരെണ്ണം പോലും എടുത്ത് രുചിച്ചു നോക്കുവാൻ അവകാശമില്ലാതിരിക്കെ എഫ്രയീമർക്ക് പെറുക്കിയെടുക്കുന്നത് മുഴുവൻ സ്വന്തമായി കൊണ്ടുപോയി അനുഭവിക്കാൻ അനുവാദമുള്ളപ്പോൾ ആരാണ് വലിയവൻ? സർവസമ്പൂർണതയും സർവസമൃദ്ധിയും ഉണ്ടായിരുന്നിട്ടും അതൊന്ന് അനുഭവിക്കാൻ കഴിയാതെ വണ്ണമാണ് നിങ്ങളുടെ അനുഗ്രഹം ലോകത്തുള്ളത് എങ്കിൽ, ഒരല്പം അനുഗ്രഹമാണെങ്കിലും അത് അനുഭവിക്കാൻ കഴിയുന്നതല്ലേ നന്മ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം കർത്താവിനോട് പ്രാർത്ഥിക്കാം, അപ്പാ ഒത്തിരി ഒന്നും വേണ്ടപ്പാ, ഉള്ളത് സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഭവിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. അബിയേസറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ
എഫ്രൈമിൻ്റെ കാലാവർക്കലല്ലയോ നല്ലത്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും കാലാപിറക്കി ജീവിക്കുന്നവരാണ്. ഇല്ലായ്മയുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, അതിന് നടുവിൽ നിന്നുകൊണ്ടും നീ തന്ന അനുഗ്രഹങ്ങളെ സമാധാനത്തോടെ അനുഭവിക്കാൻ, സന്തോഷത്തോടെ അനുഭവിക്കാൻ നീ തരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്നു. പലപ്പോഴും കർത്താവേ, എല്ലാം ഉണ്ടായിരുന്നിട്ടും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയാതെ വന്നു പലരും ഭാരപ്പെടുമ്പോൾ കർത്താവേ, ഇല്ലായ്മയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും സ്വർഗത്തിലെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ പ്രാപിക്കാൻ നീ അവിടെ നിന്ന് അവസരം നൽകിയിരിക്കുന്നവർക്ക് കൊണ്ട് സ്തുതിക്കുന്നു. എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെന്ന് പകൽക്കാലവും പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. മാനവും മഹത്വവും എടുക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.